നമസ്കാരം. ആധിയുടെ പുതിയൊരു വീഡിയോയിൽ ഇന്ന് നമ്മൾ റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് മനസ്സിലാക്കുന്നു എന്നതാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കണം താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൾ ചെയ്യുകയോ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. ഏത് കാര്യത്തിനും നമുക്ക് ടാരോ കാർഡ് റീഡിംഗ് നോക്കാവുന്നതാണ്. സാമ്പത്തികപരമായിട്ടുള്ളൊരു കാര്യങ്ങളാണെങ്കിലും റിലേഷൻഷിപ്പ് സംബന്ധിച്ചാണെങ്കിലും, റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പലതരം റിലേഷൻഷിപ്പ്, ഏത് തരം റിലേഷൻഷിപ്പ് ആണെങ്കിലും നമുക്കത് നോക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും, ആരോഗ്യം, അങ്ങനെയുള്ള ഏത് കാര്യമാണെങ്കിലും, പ്രോപ്പർട്ടി, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ടാരോ കാർഡ് റീഡിംഗ് വഴി നോക്കാവുന്നതാണ്. അതിനുള്ള പരിഹാര മാർഗങ്ങളും നമുക്കത് വഴി കിട്ടുന്നതാണ്. റീഡിങ്ങിലേക്ക് കടക്കുന്നതിനോട് മുന്നോടിയായിട്ട് എല്ലാവരോടും പറയാനുള്ളത്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം റീഡിംഗ് കാണുക. റെസനേറ്റ് ആവുന്നില്ല എങ്കിൽ നമ്മുടെ ചാനൽ സ്ഥിരം റീഡിങ്സ് വരുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എടുത്ത് കാണാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതിനാലും നിങ്ങളിപ്പോൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണെങ്കിലും നെഗറ്റീവ് മൈൻഡോടുകൂടി ഒരിക്കലും റീഡിങ്സ് കാണാതിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. Universe, please guide us. Universe, please guide us. Universe, please guide us. Four of Wands, ബോട്ടം ഓഫ് ദ ഡെക്കിൽ കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് സോർട്സ് ആൻഡ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഈ ഒരു സ്പ്രെഡുകളാണ്. ഇവിടെ നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വളരെയധികം സന്തോഷിച്ചിട്ടാണ് നിൽക്കുന്നത്. എപ്പോഴും ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ആ വ്യക്തി വിളിക്കുമ്പോഴും അവരുടെ ഭാഗത്തു നിന്നും ഒരു മെസ്സേജ് വന്നാൽ പോലും, നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭങ്ങളിലാണെങ്കിൽ പോലും ഒരു പുഞ്ചിരി നൽകുന്ന ഒരു മെസ്സേജ് ആവാം, അല്ലെങ്കിൽ ഒരു കോളാവാം. ആ വ്യക്തി നമ്മളെ നേരിട്ട് കാണുന്നതാവാം, നേരിട്ടുള്ളൊരു സംസാരമാണെങ്കിൽ പോലും നമുക്ക് പല കാര്യത്തിലും ഇൻസ്പയർഡ് ആണ് ആൾ. ഭയങ്കരമായിട്ടും നമ്മളെ വളർത്തിയെടുത്തുകൊണ്ട് വരിക, ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തിയെടുക്കുവാനും ആ ഒരു പേഴ്സൺ നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുന്നു. ഒരുപാട് ഈ പേഴ്സൺ കാരണം നമുക്ക് പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമ കാലഘട്ടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആ വിഷമ കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിലായിരുന്നു. നിങ്ങളുടെ മനസ്സ് പതറിപ്പോവുകയും ഒരു ജീവിക്കാൻ തന്നെ ഒരു താല്പര്യവും ഇല്ലാതെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയുമാണ് നിങ്ങൾ. പലപ്പോഴും വിഷമം, കരച്ചിൽ, അതുപോലെ തന്നെ നമ്മളെ ഒന്ന് ഒരു സപ്പോർട്ട് ചെയ്യാൻ
അതായത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനും നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ പെരുമാറാനും നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ അടുത്ത് നിൽക്കുവാനും നമ്മൾ ആഗ്രഹിച്ച പോലുള്ളൊരു വ്യക്തി ഇല്ലായിരുന്നു എന്നാണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ കാണാൻ കഴിയുന്നത്. പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ അറിയാത്തവർക്ക് വേണ്ടി കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ എന്നാണ്. കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ദുരിതങ്ങൾ ആയിട്ടുള്ളൊരു സമയമായിരുന്നു. ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ഒരു ബന്ധത്തിൽ വളരെ അധികം സന്തോഷത്തോടുകൂടിയാണ് നിൽക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ച പോലുള്ള ഒരു വ്യക്തി തന്നെയാണ് അവർ. പലപ്പോഴും നമ്മൾ സ്വയമേ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ആ ഒരു പേഴ്സൻ്റെ അടുത്ത് അത്രയും സ്നേഹം നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജാണ് ഡിവൈനിൽ നിന്നും നിങ്ങളുടെ എനർജി അനുസരിച്ച് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ വളരെയധികം അഡിക്റ്റഡ് ആണ്. ഒരുപാട് ഈ ബന്ധത്തിൽ തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് ആ ഒരു വ്യക്തിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് വാശിയുള്ള ഒരു വ്യക്തിയാണെന്നാണ് കാണുന്നത്. കുറച്ച് വാശിയുണ്ട്. ആ വ്യക്തി പക്ഷെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് വാശിയുണ്ടെങ്കിലും പലപ്പോഴും ഈ ബന്ധം നിലനിർത്തുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ആവശ്യം കൂടി ആയതുകൊണ്ട് ആ വ്യക്തിയെടുത്ത് നിങ്ങൾ മാപ്പ് പറഞ്ഞ് തന്നെ തിരിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ആ ഒരു സമയത്തുള്ള ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിരിക്കാം. നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷേ അത് അധിക സമയം നിൽക്കത്തില്ല. പെട്ടെന്ന് തന്നെ അത് മാഞ്ഞു പോകും. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങളത് മായ്ച്ചു കളയും. കാരണം നിങ്ങൾ അങ്ങനെ ആ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിലും ആ ദേഷ്യം വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങളുടെ അടുത്ത് വന്നൊരു ക്ഷമ പറഞ്ഞാലും അത് നിങ്ങൾ മറന്നു കളയും. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇതൊരു മദർ എനർജിയാണ് കാണുന്നത്. ഒരു അമ്മ, ആ ഒരു സ്നേഹം എന്ന് വെച്ചാൽ ഇതൊരു ഫീമെയിൽ ക്യാരക്ടറിന് വേണ്ടി മാത്രമുള്ളതല്ല. നിങ്ങളിപ്പം പുരുഷന്മാരാണ് കാണുന്നതെങ്കിലും ഞാൻ പുരുഷനാണല്ലോ, അതുകൊണ്ട് ഞാൻ ഒരമ്മയുടെ സ്ഥാനത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ടാവാം. എന്നാൽ പുരുഷന്മാരുടെയും ഒരു എനർജി അതാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ ആ ഒരു മദർ ലവ് ആണ് കൊടുക്കുന്നത്. ഒരു കൂടുതലായിട്ടും ഒരു അമ്മയുടെ ഒരു സ്നേഹം, അല്ലെങ്കിൽ അതുപോലെയാണ് ആ ഒരു പേഴ്സണെ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് അത്രയും സ്നേഹമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു എനർജിയാണ്. ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിലും നിങ്ങളുടെ അടുത്തൊരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൂ എന്നാണ് ആ പേഴ്സൺ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്ന ഒരു നിലപാടിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നും ആ പേഴ്സണ് അറിയാം. ആയതിനാൽ ആ വ്യക്തിയും ഈ ബന്ധത്തിൽ ഒരു സന്തോഷവതിയായിട്ട് ഇല്ലെങ്കിൽ സന്തോഷവാനായിട്ട് കാണുന്നത്. ആ വ്യക്തിന് നമുക്ക് ഒരുപാട് സ്നേഹം ആ ഒരു പേഴ്സണിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അവരും നിങ്ങളോടൊപ്പം ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ അടുത്ത് വരുമ്പം അവർക്ക് വല്ലാത്തൊരു ഊർജമാണ് കിട്ടുന്നത്. കാരണം ഈ ബന്ധത്തിൽ നിൽക്കാൻ നേരത്ത് ഈ പേഴ്സൺ എത്രത്തോളം ഒരു സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് ഈ എനർജീസിലെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ വല്ലാത്തൊരു സന്തോഷം അനുഭവിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ അവർക്കും ഒരുപാട് പ്രയാസങ്ങൾ, അവർ വിചാരിച്ച പോലുള്ള ഒരു വ്യക്തിനെ അവരുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പം വിചാരിക്കാത്ത അല്ലെങ്കിൽ മനസ്സുകൊണ്ട്
ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വ്യക്തിനെ ആയിരിക്കാം ഈ വ്യക്തിക്ക് ഇവരുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഈ വ്യക്തിക്ക് ഒരുപാട് ഒരു ലൈഫ് ചേഞ്ചിങ് മൂമെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. ലൈഫ് ചേഞ്ചിങ് മൂമെൻ്റ് എന്ന് പറയുമ്പം അവരുടെ ഒരു അവരുടെ നേരത്തെ ഒരു ജീവിതത്തിനെ മാറ്റിമറിച്ചിട്ടുള്ളൊരു വ്യക്തി നിങ്ങളായിട്ടാണ് കാണിക്കുന്നത്. മാത്രമല്ല, നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ഓരോ കാര്യത്തിനും അവർ വളരെയധികം മൂല്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും മൂല്യം കൽപ്പിക്കുന്നു, നിങ്ങളുടെ ജോലിക്ക് മൂല്യം കൽപ്പിക്കുന്നു, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നു. നിങ്ങളെ ഒരുപാട് ആ ഒരു പേഴ്സൺ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ബന്ധത്തിൽ എല്ലാം ഇതുപോലെ തന്നെ നിലനിൽക്കണം എന്നതാണ് താല്പര്യം. ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷ കാലഘട്ടങ്ങൾ അനുഭവിക്കുന്നത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടമായിരിക്കാം. കാരണം അവിടെ എല്ലാം ഉണ്ട്. സ്നേഹമാണെങ്കിലും ഒത്തൊരുമയാണെങ്കിലും പരസ്പര വിശ്വാസവും സഹകരണവും എല്ലാം തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും അത് മറക്കാനും മാറ്റാനും കഴിയുന്ന പ്രശ്നങ്ങൾ മാത്രമാണിപ്പോൾ നിങ്ങളുടെ ഈ ബന്ധത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ഈ ബന്ധം അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്നേഹം ഇതുപോലെ തന്നെ നിലനിൽക്കണം എന്നതാണ് അവരുടെ ഒരു ആഗ്രഹം. ഇതിനകത്ത് നേരത്തെ ബ്രേക്കപ്പ് ആയിട്ട് പോയിട്ട് റീയൂണിയൻ ചെയ്തവരുടെയും ഇപ്പോഴും റിലേഷൻഷിപ്പ് ആയവരുടെയും ഈ അടുത്ത കാലത്ത് റിലേഷൻഷിപ്പ് ആയവരുടെയും റീഡിങ് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബന്ധത്തിൽ ഇപ്പോൾ അവരുടെ ഒരു സ്നേഹം, നിങ്ങളുടെ ഒരു സ്നേഹവും വളരെ ആഴത്തിലുള്ളതാണെന്നാണ് കാണിക്കുന്നത്. പരസ്പരം നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ രണ്ടുപേരുടെയും ഒരു മനസ്സെന്ന് പറയുമ്പോൾ ഒരുപോലെയാണ്. ഇവിടെ നിങ്ങളെ മനസ്സിലാക്കാനാണ് ആ പേഴ്സൺ ഒരുപാട് ശ്രമിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിനെ, അതായത് അവർ സ്നേഹിക്കുന്ന ആരാണോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാർട്ട്ണർ, ആ പാർട്ട്ണറിൻ്റെ മനസ്സറിഞ്ഞാൽ മാത്രമേ എങ്ങനെയാണ് ഒരു ബന്ധത്തിൽ നിൽക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതുതന്നെയാണ് ഇപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അതാണ് ഇപ്പോൾ ഈ പേഴ്സൺ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. അതുപോലെ തന്നെ അവരുടെ മനസ്സ് ശുദ്ധമായിട്ടുള്ളതാണ്. പലപ്പോഴും ഈ പേഴ്സണ് ഒരു ഫാമിലി ആയിട്ട് നിൽക്കേണ്ട ഒരു വ്യക്തിയാണെന്നാണ് കാണിക്കുന്നത്. അതായത് കുടുംബം, ട്രഡീഷൻ, കൾച്ചർ, അതുപോലെ തന്നെ ചിലപ്പോൾ അവരുടെ പേരൻസ് ആവാം, അവരുടെ കുടുംബം ആവാം, അങ്ങനെയൊക്കെ അനുസരിച്ച് നിൽക്കേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ കൂടി തന്നെയും രണ്ട് കാര്യത്തിലും ഈ പേഴ്സൺ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുമ്പം കുടുംബത്തിനും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ഒരു കാര്യത്തിനും വിട്ടുകളയാൻ ഈ വ്യക്തിയുടെ മനസ്സ് തയ്യാറാകുന്നില്ല. എല്ലാം ഒരു ശുഭമായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് പോകണം എന്നതാണ് ഈ വ്യക്തിയുടെയും ഒരാഗ്രഹം. ഇപ്പോൾ ഈ വ്യക്തി സമാധാനമാണ് ഈ ലൈഫിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാക്കാതെ, ഈ വ്യക്തി അറിഞ്ഞോ അറിയാതെ ഒരു പ്രശ്നങ്ങളിലും പോയി ചാടാതെയും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കാതെയുമാണ് ഇപ്പം ഈ പേഴ്സൺ നിൽക്കുന്നത്. അവരുടെ മനസ്സ് അതിനു വേണ്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർ നിങ്ങളെ മനസ്സിലാക്കുന്നത് ഈ രീതിക്കാണ്. അല്ലാതെ ഇവിടെ ആത്മാർത്ഥത ഇല്ലാത്തൊരു വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കുകയാണെന്നോ നിങ്ങളുടെ മനസ്സ് ശുദ്ധമല്ല എന്നോ ആ പേഴ്സൺ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഒരു എനർജി അനുസരിച്ച് അവർ നിങ്ങളെ വേണ്ടാന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് അനുസരിച്ച് ആ വ്യക്തി മാറാതിരിക്കുവാനോ അല്ല ഈ സമയത്ത് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ ഭയങ്കര ആ ഒരു പേഴ്സൻ്റെ അടുത്ത് ഭയങ്കര പൊസസീവാണ്. വളരെയധികം നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ മൂടിയാണ് നിൽക്കുന്നത്. ആ വ്യക്തിയടുത്ത് നിങ്ങൾ ആ ഒരു പേഴ്സൺ മറ്റാരോടും സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ
ശരിയാണ്, വെറുതെ സംസാരിക്കുന്നതൊക്കെ ഓക്കെ, പക്ഷേ അവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അല്ലെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു പേടി നിങ്ങൾക്കുണ്ട്. അപ്പോൾ ശരിക്കും ആ പേഴ്സൺ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് പേടിയുണ്ട്, അല്ലെ എന്നെ ആ ഒരു വ്യക്തി പേടിക്കുന്നുണ്ട്, ഞാൻ വിട്ടിട്ട് പോകുമോ എന്നുള്ള ഭയം ആ വ്യക്തിയുടെ കണ്ണുകളിലുണ്ട്. പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഈ പറയുന്ന പോലെയുള്ള വാശിയുള്ള ഒരു സ്വഭാവം ചില സമയങ്ങളൊന്നും ആ വ്യക്തിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. വാശി അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹത്തോടുകൂടി പെരുമാറുകയാണെങ്കിലും പലപ്പോഴും ആ പേഴ്സണ് ടെൻഷൻ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് നിങ്ങൾ വെക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ പലപ്പോഴും ടെൻഷൻ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നല്ല സ്നേഹത്തോടുകൂടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കാര്യത്തിനാണെങ്കിലും അവരുടെ കൂടെ നിൽക്കുകയും നല്ല ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ എന്നോടൊപ്പം ഏത് കാര്യത്തിന് നിൽക്കുകയും മുൻപോട്ടുള്ള കാര്യങ്ങളിൽ കൂടെ നിൽക്കുകയും ചെയ്യും എന്നതാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത്. സോ ഒരു നെഗറ്റീവ് കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് റെസനേറ്റ് ആവുന്നതാണ്. ഒരുപാട് ദൂരക്കൂടുതലുകൾ, പെട്ടെന്നൊന്നും കാണാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ, അതൊക്കെ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കും ഈ റീഡിങ് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ എന്തായാലും നമുക്ക് കാണാം.